ലോകമെമ്പാടും ഈ സമയത്ത് എബ്രായ ലേഖനത്തിൻ്റെ പഠനങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യൂട്യൂബിലൂടെ, ടെലിവിഷനിലൂടെ നേരിട്ട് നിങ്ങളുടെ അടുക്കൽ വന്ന് ഇത് നിങ്ങളോട് പറയുവാൻ കർത്താവ് തരുന്ന ആരോഗ്യത്തിനായി, ദൈവകൃപയ്ക്കായി, എല്ലാ വചനത്തിൻ്റെ വെളിപ്പെടുത്തലുകൾക്കായി യേശുവിന് 1000 നന്ദി പറയുന്നു. യേശുവിനെ പോലെ ഒരു ദൈവമില്ല. ഓരോ ദിവസവും യേശുവിലുള്ള ജീവിതം മാധുര്യമാണെന്ന് അനുഭവിക്കാൻ പറ്റുന്ന ആ ജീവിതാനുഭവങ്ങൾക്കായിട്ട് യേശുവിന് മഹത്വം കൊടുക്കുന്നു. ഇത് നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ജീവിതമല്ല, ഇത് ആനന്ദത്തിൻ്റെ പരിപൂർണതയുടെ ജീവിതമാണ്. അതങ്ങനെ ആസ്വദിക്കുന്ന എല്ലാവർക്കായും യേശുവിന് മഹത്വം കൊടുക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-6 അധ്യായങ്ങളിലെ ചിന്തകളിലേക്കാണല്ലോ ഈ ദിവസങ്ങളിൽ നമ്മൾ വന്നിരിക്കുന്നത്. 6-ാം അധ്യായത്തിലെ ചിന്ത ആരംഭിക്കുന്നത് 5-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിലാണ് എന്ന് ഞാൻ വിശദീകരിച്ചല്ലോ. ക്രിസ്ത്യൻ മെച്യൂരിറ്റി എന്ന് പറയുന്ന വിഷയമാണ് 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതൽ 6-ാം അധ്യായത്തിൻ്റെ ഏതാണ്ട് 10-ാം വാക്യം വരെ വിശദീകരിക്കുന്നത്. ക്രിസ്ത്യൻ മെച്യൂരിറ്റി എന്ന് പറയുന്ന വിഷയമാണ്. അതിനെ 3ആയിട്ട് തരംതിരിച്ചാണ് നിങ്ങളുടെ ഇടയിൽ സംസാരിക്കുവാനായിട്ട് ഞാൻ സമയമെടുത്തത്. ഒന്നാമത്തെ ഭാഗം 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ വിശദീകരിച്ചിരുന്നു. രണ്ടാമത്തെ ഭാഗം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ വിശദീകരിച്ചിരുന്നു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 6-ാം അധ്യായത്തിൻ്റെ ക്രിസ്ത്യൻ മെച്യൂരിറ്റി എന്ന് പറയുന്ന വിഷയത്തിൻ്റെ 3ാമത്തെ വിശദീകരണമാണ്. ക്രിസ്ത്യൻ മെച്യൂരിറ്റി എന്ന് പറയുന്ന ക്രിസ്തീയ പക്വത എന്ന വിഷയത്തിൻ്റെ ശിശുത്വം മാറി ശിഷ്യത്വം വരിക, ശിശുത്വം മാറി പുരുഷത്വം വരിക എന്ന ആശയത്തിൻ്റെ 3ാം പങ്ക്തിയാണ്, 3ാം ഭാഗമാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. ആയതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ കഴിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, ആ വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. 4 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ ജോസ് ബ്രദർ വന്നിട്ടുണ്ട്, വായിക്കും. നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അടുത്തത്, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഞാൻ ഈ വാക്യം മുഴുവൻ ഒന്ന് വായിക്കാം ആദ്യം, എന്നിട്ട് പിന്നെ ഞാനത് വിശദീകരിക്കാം. പലപ്പോഴും പെയ്ത മഴ മുഴുവൻ ഭൂമി കുടിച്ചിട്ട് കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കും. അല്ലെങ്കിലോ മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. അതിന്റെ അവസാനം. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതും വിശ്വസിക്കുന്നു. എത്രാം വാക്യം വരെ വായിച്ചു ജോസ് ബ്രദർ? 9. 10ാം വാക്യം കൂടെ വായിച്ചു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവം അല്ല. ഓക്കെ, ഇവിടെ ഈ ക്രിസ്ത്യൻ മെച്യൂരിറ്റി എന്ന വിഷയത്തിന്റെ 3ാം ഭാഗം വിശദീകരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ് എബ്രായ ലേഖനകാരൻ വിശദീകരിക്കുന്നത്. എന്താണ് ഇവിടെ ഇതിനൊരു പരിധിക്കപ്പുറത്തുള്ള പ്രസക്തി എന്നുള്ളതെന്ന് ചോദിച്ചാൽ, ഈ വാക്യത്തിനകത്താണ് രക്ഷ നഷ്ടപ്പെടും, നിങ്ങൾക്ക് കിട്ടിയ രക്ഷ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ഉപദേശത്തെ സ്ഥാപിക്കുന്നവർ ആ സ്ഥാപനത്തിന് വേണ്ടി കൂടുതൽ അടിവരയിട്ട് പഠിപ്പിക്കുന്ന വാക്യമാണ് ഈ വായിച്ച വാക്യം. പക്ഷെ ഇവിടെ രക്ഷ നഷ്ടപ്പെടുകയില്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഞാൻ 5-ാം അധ്യായത്തിൻ്റെ 11ാം വാക്യത്തിൽ മുതലേ വിശദീകരിച്ച് തുടങ്ങിയപ്പോൾ തുടർമാനമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇതിനെക്കുറിച്ച് വളരെ സംസാരിപ്പാനുണ്ട് എങ്കിലും കേൾപ്പാൻ മാന്യമുള്ളവരാകയാൽ
തെളിയിച്ചു തരിക അസാധ്യമാണ്. പ്രായം കൊണ്ട് നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ട സമയമായി. എന്നാൽ ദൈവവചനത്തിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസിനെ ആദ്യ പാഠത്തെ പിന്നെയും പഠിപ്പിച്ചു തരേണ്ടി വന്നിരിക്കുന്നു. കട്ടിയായത് ദഹിക്കാത്ത കുട്ടികളായിരിക്കുന്നു. കട്ടിയായ വചനഭാഗങ്ങളെ ഗ്രഹിക്കാത്ത കുട്ടികളായിരിക്കുന്നു, ശിശുക്കളായിരിക്കുന്നു. നീതിയുടെ വചനത്തിൽ അഭ്യസനമില്ലാത്തവരായിരിക്കുന്നു. തഴക്കത്താൽ അഭ്യസനം വന്ന ഇന്ദ്രിയ ജയമില്ലാത്തവരായിരിക്കുന്നു എന്ന് 5-ാം അധ്യായത്തിൽ വിശദീകരിച്ച് അവസാനിപ്പിച്ചിട്ട് 5-ാം അധ്യായത്തിൽ നിന്ന് 6-ാം അധ്യായത്തിലേക്ക് പോകുമ്പോഴും ഇതേ ആശയം തന്നെയാണ് വിശദീകരിച്ച് തുടങ്ങുന്നത്. 6-ാം അധ്യായം തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയുന്ന അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം ഇങ്ങനെ 6-7 കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, നിത്യശിക്ഷാവിധി, മരിച്ചവരുടെ പുനരുത്ഥാനം, ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ പിന്നെയും പറയാതെ, ഈ വിഷയങ്ങൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാതെ യേശുക്രിസ്തുവിലുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. അപ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതൽ 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വരെ വായിക്കുമ്പോൾ ഏത് സാധാരണക്കാരനും ഒരു വ്യാഖ്യാനവും കൂടാതെ മനസ്സിലാകും, ഇതുവരെ അപ്പോസ്തലൻ പറഞ്ഞത് രക്ഷയുടെ ഭദ്രതയോ രക്ഷയുടെ അഭദ്രതയോ അല്ല. രക്ഷ നഷ്ടപ്പെടുമെന്നോ രക്ഷ നഷ്ടപ്പെടുകയില്ലെന്നോ രക്ഷ നഷ്ടപ്പെടുമെന്നോ ഉള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ക്രൈസ്തവ ശൈശവത ശാപമാണ്. ക്രൈസ്തവ ശൈശവത ക്രിസ്തുവിലുള്ള വളർച്ചയില്ലായ്മ തകർച്ചയ്ക്ക് കാരണമാണ് എന്ന വിശദീകരണമാണ്. ഈ വിശദീകരണത്തെ താഴേക്ക് കൊടുക്കുമ്പോഴാണ് നമ്മളിപ്പോൾ വായിച്ച 4 മുതലുള്ള വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നത്. ഇവിടെ 4-ാം വാക്യത്തിൽ ഒരു വ്യക്തിയെ വചനം പരിചയപ്പെടുത്തുകയാണ്. എന്താണ് ആ വ്യക്തിയുടെ പ്രത്യേകതകൾ? ഒന്നുകൂടെ ഒന്ന് വായിച്ചു. 4-ാമത്തെ വാക്യം. പ്രകാശം ലഭിച്ചിട്ട് ഈ വ്യക്തിക്ക് പ്രകാശനം ലഭിച്ചതാണ്. എന്നോട് ചേർന്ന് ഈ പറയുന്ന വാക്കുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രകാശനം ലഭിച്ചതാണ്, ഇൻസ്പിറേഷൻ ലഭിച്ചതാണ്, പ്രചോദനം ലഭിച്ചതാണ്, ഇലുമിനേഷൻ ലഭിച്ചതാണ്, വചനത്തിൻ്റെ പ്രകാശനം ലഭിച്ചതാണ്. അവിടെ ഈ എബ്രായ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ ഈ 4-ാമത്തെ വാക്യം തുടങ്ങുമ്പോൾ ഒരിക്കൽ എന്നൊരു പദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ആ പദത്തിനെ ഒന്ന് അടിവരയിട്ടോ. ഒരിക്കൽ ഇയാൾക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നതെല്ലാം. എന്തൊക്കെയാണ്? ഒന്ന് പറഞ്ഞു. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗ്ഗദാനം ആസ്വദിക്കുകയും. അന്നേരം ഈ ഒരിക്കൽ പ്രകാശനം ലഭിച്ച സമയത്ത് വാക്ക് വിടരുത്, ആ വാക്കിനകത്ത് അതിൻ്റെ ആശയം, അതുകൊണ്ട് അത് എടുത്തു പറയുന്നത്. ഒരിക്കലാണ് ഇയാൾക്ക് പ്രകാശനം ഉണ്ടായത്. ഈ പ്രകാശനം ഉണ്ടായ സമയത്ത് എന്തോ ആസ്വദിച്ചു? സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ എന്ന അവസാനത്തെ പ്രയോഗവും ഒരിക്കൽ എന്ന ആദ്യത്തെ പ്രയോഗവും കൂടെ കൂട്ടിയെടുക്കുക. അപ്പോൾ അവിടുത്തെ ആശയം മലയാളത്തിൽ തന്നെ, ഇംഗ്ലീഷിലോ ഇതര ഭാഷകളിലോ ഒന്നും പോകാതെ മലയാളത്തിൽ തന്നെ അത് മനസ്സിലാകും. ഇയാൾക്ക് തുടർമാനമായിട്ടുള്ള ഒരു കാര്യമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, മറിച്ച് ഒരിക്കൽ സംഭവിച്ചതാണ്. ആ വാക്യം തുടങ്ങിയപ്പോൾ പറഞ്ഞു ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് വരുവാനുള്ള ലോകത്തിന്റെ ശക്തി അനുഭവിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തു. ഇതെല്ലാം ഈ വ്യക്തി ആ പദത്തിനും കൂടെ അടിവരയിട്ടോ. ആസ്വദിച്ചു, അനുഭവിച്ചു. കുറച്ചുകൂടെ നല്ല പദങ്ങൾ അവിടെ എഴുതി ചേർക്കാൻ പറ്റുന്നത്, നല്ല മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞ ടേസ്റ്റ് ചെയ്തു. ആ പദം കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ടേസ്റ്റ് ചെയ്തു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ മനുഷ്യൻ ടേസ്റ്റ് ചെയ്തു. ഇയാൾക്ക് പ്രകാശനമുണ്ടായി, ഇയാൾക്ക് വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ഇയാൾ കണ്ടു, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ദാനത്തെ ഇയാൾ അനുഭവിച്ചു. ഇതെല്ലാം ഇയാൾക്കുണ്ടായി. എന്നിട്ട് എന്നാ സംഭവിച്ചെന്ന് നോക്കിയേ. ചെയ്ത ശേഷം ഇതെല്ലാം ഉണ്ടായ ശേഷം തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ. അപ്പോ ഇയാൾക്ക് പിന്നെ സംഭവിച്ച കാര്യം എന്നാണെന്നറിയോ? ഒരിക്കൽ സംഭവിച്ച ഈ വിഷയത്തിൽ നിന്ന് ഇയാൾ പിന്മാറിപ്പോയി, പുറകിലേക്ക് പോയി. ഒരിക്കൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യമേ വിശദീകരിച്ച് കഴിഞ്ഞു. ആ സംഭവിച്ചതിൽ നിന്ന് ഇയാൾ പുറകിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ, കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ, ഇയാളിൽ വിത്ത് വീണായിരുന്നു. പക്ഷേ
ഈ വീണ വിത്ത് വേണ്ട തരത്തിൽ വളർന്ന് രക്ഷ എന്ന ബലത്തെ പുറപ്പെടുവിച്ചില്ല. ഒരിക്കൽ ഇയാളുടെ മേൽ വിത്ത് വീണിരുന്നു. ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് എബ്രായ ലേഖനകാരൻ അടുത്ത തൊട്ട് താഴത്തെ വിശദീകരണത്തിൽ അവിടെ വിശദീകരിച്ചിരിക്കുന്ന വാക്കൊന്ന് കേട്ടെ. മഴ പെയ്തു, ഭൂമി വിത്തിനെ സ്വീകരിച്ചു, ബലം കൊടുക്കേണ്ടിയതായിരുന്നു. കണ്ടില്ലേ? വായിച്ചോ വാക്കും കൂടെ വേണമെങ്കിൽ. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട്. കണ്ടോ? ഇത് രണ്ടും മേളത്തായിട്ട് ചേർത്ത് പിടിച്ച എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. പലപ്പോഴും പെയ്ത മഴ കുടിച്ചു. ഈ വ്യക്തിയാണ്. ഏത് വ്യക്തി? ഒരിക്കൽ സ്വർഗീയ ദാനം ആസ്വദിച്ചു എന്ന് മേളി പറഞ്ഞ വ്യക്തിയുടെ കാര്യം വേറൊരു മനസ്സിലാകുന്ന ഭാഷയിൽ താഴെ വിശദീകരിക്കുകയാണ്. ഒരിക്കൽ സ്വർഗീയ ദാനം ആസ്വദിച്ചു എന്നുള്ളതിന്റെ വിശദീകരണം താഴെ പറയുന്നു. പലപ്പോഴും പെയ്ത മഴ കുടിച്ചു. എന്നിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമാകുന്ന സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കും. അപ്പൊ പലപ്പോഴും പെയ്ത മഴ കുടിക്കുന്ന ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ആ യജമാനൻ പ്രതീക്ഷിക്കുന്ന എന്താ? ഇട്ട വിത്ത് എന്ത് ചെയ്യണം? വളരണം. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ഇട്ട വിത്ത് എന്ത് ചെയ്യണം? വളരണം. അതാണ് പ്രതീക്ഷ. മഴ കുടിക്കുന്ന ഭൂമിയിൽ നിന്ന് കൃഷി ചെയ്യുന്നവരിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കാട്ടെ. കൃഷി ചെയ്യുന്നവരിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കാട്ടെ. കൃഷി ചെയ്യുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വയലിൽ വെള്ളം കയറ്റുന്നത് എന്തിനാണ്? ഒരു മഴ പെയ്യുന്നത് കാണുമ്പം നിങ്ങൾ സന്തോഷിക്കുന്ന എന്തിനാണ്? നിങ്ങൾ നട്ടത് വളർന്നു വരുമല്ലോ എന്നതിൽ നിന്നല്ലേ ആ സന്തോഷമുള്ളത്? ആണെങ്കിലൊന്ന് കരമടിച്ചൊന്ന് യേശുവിന് അതെ. ഹല്ലേലൂയ. ഞാനിട്ട വിത്ത് വളർന്നു പന്തലിച്ചു വലുതാകണം എന്ന ആഗ്രഹത്തോടു കൂടെയാണ് എല്ലാ മനുഷ്യരും മഴ പെയ്യുമ്പോഴും വെള്ളം കയറ്റുമ്പോഴും വയലിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇത് തന്നെയാണ് ദൈവവും പ്രതീക്ഷിച്ചത്. വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയെ അയച്ച് ആ വ്യക്തിക്ക് കൊടുത്തപ്പോൾ, ഒരു വ്യക്തി ഇവിടെ നിർത്തി എനിക്ക് കൂടുതൽ ഇത് ഒന്ന് മനസ്സിലാക്കിക്കാനായിട്ട് പറ്റും. ഒരു വ്യക്തി ഇവിടെ നിർത്തിക്കൊണ്ട് ഞാനിത് പറയാം. ഇതാണ് ആ വ്യക്തി കേട്ടോ. ഇതാണ് ആ വ്യക്തി. കണ്ടാൽ തോന്നുകയല്ല, പക്ഷേ ഇതാണ് ആ വ്യക്തി. ഓക്കെ, ഈ വ്യക്തിയുടെ കാര്യമാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഈ വ്യക്തിയുടെ ആദ്യത്തെ കാര്യം ഒന്ന് ഒരാളെ നിർത്തി പറഞ്ഞാൽ കുറച്ച് എളുപ്പമായത് മനസ്സിലാക്കാൻ. ഇയാളുടെ കാര്യമായി പറയുന്നത്, ഇയാൾ നിങ്ങളുടെ എൻ്റെയും പ്രതിനിധിയാണെന്ന് കൂട്ടിക്കോ. ഈ മെസ്സേജ് കഴിയുമ്പോൾ ചിലപ്പം അല്ലെന്ന് തോന്നിയേക്കാം, എന്നാലും ഇപ്പം അങ്ങനെ വെച്ചോണ്ട് മുമ്പോട്ട് നമുക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ ഇയാളുടെ അവസ്ഥ ഒന്ന് വായിച്ചേ. ഒരിക്കൽ സ്വർഗീയദാനം, ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട്, ഇയാളുടെ കാര്യം ആദ്യം പറയുന്നത്. ഒരിക്കൽ പ്രകാശം ലഭിച്ചു, സ്വർഗീയദാനം ആസ്വദിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തു. എന്നിട്ട് പിന്മാറിപ്പോയാൽ, പുറകോട്ട് പോയി, പിന്മാറ്റത്തിലേക്ക് പോയി. പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകയാൽ ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഇനി അടുത്ത താഴത്തെ ഇതിനോട് ബന്ധപ്പെട്ട് പറയുന്ന വാക്കൊന്ന് വായിച്ചേ. പലപ്പോഴും പെയ്ത മഴ മുഴുവൻ കുടിച്ചു. ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഈ ഭൂമി ഇങ്ങോട്ട് നോക്ക്. പലപ്പോഴും പെയ്ത മഴ മുഴുവൻ കുടിച്ച ഭൂമി ഇതാ നിൽക്കുന്നു. ഓക്കെ, ഈ ഭൂമി ഹിതമായ സസ്യാദികളെ യജമാനന്, മഴ തന്നവന്, അല്ലെങ്കിൽ വെള്ളം കയറ്റിയ ഉടമസ്ഥന് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കും. പക്ഷേ ഇയാൾ വിളയിച്ചത് ഹിതമായ സസ്യങ്ങളെ അല്ല. വീണത് നല്ല വെള്ളമാ, പക്ഷെ പുറത്തു വന്നത് വേറെയാണ്. എന്താ പുറത്തു വന്നത്? മുള്ളും ഞെരിഞ്ഞിലും. കണ്ടോ? മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഒരുപാട് പേരെ സംശയങ്ങളിലേക്ക് നയിക്കുന്ന ഒരു വാക്യമാണ്. പക്ഷെ ശാന്തമായിട്ടൊന്ന് ശ്രദ്ധിച്ചാണ്ടല്ലോ, ഇതിനകത്തുള്ള വലിയ മർമ്മങ്ങൾ തുറന്നെടുക്കാൻ നമുക്ക് കഴിയും. കരമടിച്ച് ഒന്ന് യേശുവിനെ ഒന്ന് മഹത്വം കൊടുത്തേരെ. ശക്തിയോടെ ഒന്നുകൂടെ ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ.
സ്വർഗീയ ദാനം ആസ്വദിച്ചു, വരുവാനുള്ള ലോകത്തിന്റെ ശക്തി അനുഭവിച്ചു, പ്രകാശനം ലഭിച്ചു. ഇതെല്ലാം ലഭിച്ച വ്യക്തിയെ ഇവിടെ ഒരു വയലിനോട് ഉപമിക്കുകയാണ്. ആ വയലിൽ എന്ത് സംഭവിച്ചു? ആ വയലിലും പലപ്പോഴും പെയ്ത മഴ കുടിച്ചു. ഇഷ്ടംപോലെ മഴ കിട്ടി. മഴ കിട്ടുമ്പോൾ യജമാനൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ യജമാനൻ പ്രതീക്ഷിക്കുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ ഈ മഴ നിമിത്തം ഇതിനകത്തുനിന്ന് ഒരു മുള പൊട്ടി പുറത്തു വരും. ഇതിനകത്തുനിന്ന് ഒരു മുള പൊട്ടി പുറത്തു വരും. ഞാൻ വിതച്ചത് ഇതിനകത്ത് വളർന്നു വരും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇയാൾ വിതച്ചതല്ല വളർന്നത്, മുള്ളും ഞെരിഞ്ഞിലുമാണ് വളർന്നത്. നല്ല ഫലമാണോ മുള്ളാണോ കർഷകൻ വിതയ്ക്കുന്നത്? നല്ല ഫലമാണ് വിതച്ചത്. പക്ഷെ വളർന്നു വന്നു എന്ന് ഇവിടെ പറയുന്നത് മുള്ളും ഞെരിഞ്ഞിലുമാണ്. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ചു കേൾക്കുക. മഴ കൊടുത്തത് നല്ലത് വളർന്നു വരാനാണ്. പക്ഷെ വളർന്നു വന്നു എന്ന് ഇവിടെ പറയുന്നത് മുള്ളും ഞെരിഞ്ഞിലുമാണ്. മുള്ളും ഞെരിഞ്ഞിലുമാണ് വളർന്നു വന്നു എന്ന് പറയുന്നത്. എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥമെന്ന് ശ്രദ്ധിച്ചാട്ടെ. മേളി പറയുന്ന വ്യക്തിയാണ് ഇവിടുത്തെ വിഷയമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവല്ലോ. ഇവിടുത്തെ വയല് അവിടെ പറഞ്ഞ വ്യക്തിയാണ്. ഇവിടെ പെയ്ത മഴ ഒരിക്കൽ ലഭിച്ച ദൈവത്തിൻ്റെ പ്രകാശനമാണ്. ഇവിടെ പെയ്ത മഴ ഇദ്ദേഹത്തിനുണ്ടായ പരിശുദ്ധാത്മാവിൻ്റെ വരമാണ്. ഇദ്ദേഹത്തിൽ വന്ന പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദ വർഷമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. പക്ഷെ വീണതല്ല മുളച്ചത്, വിത്തായിരുന്നു മുളയ്ക്കേണ്ടത്. പക്ഷെ മുളച്ചത് മുള്ളും ഞെരിഞ്ഞിലുമാണ്. അതിൻ്റെ അർത്ഥം എന്താ? വീണതല്ല പുറത്തു വന്നത്. ഈ വ്യക്തി ഇയാൾക്ക് എന്നെ റിയലൈസ് സംഭവിച്ചത് ഇവിടെ ഈ വിഷയം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതൽ ക്രിസ്ത്യൻ ഇമ്മെച്യൂരിറ്റിയാണ് വിഷയം. ക്രിസ്തീയ വളർച്ചയില്ലായ്മയാണ് വിശദീകരണ വിഷയം. അപ്പോൾ ആദ്യം പറഞ്ഞു കേൾപ്പാൻ മാന്യമുള്ളവരാ, പിന്നെ പറഞ്ഞു ആദ്യപാഠത്തിൽ നിൽക്കുക, പിന്നെ പറയുക വളർച്ചയില്ല, ഇട്ടതല്ല വളരുന്നേ. മനസ്സിലാകുന്നുണ്ടോ? മൂന്ന് വിഷയം. ഒന്ന് പറയുക കേൾപ്പാൻ മാന്യമുള്ളവരാ, രണ്ട് പറയുക ഇത് ആദ്യപാഠത്തിൽ നിൽക്കുക, 1-ാം ക്ലാസ് നിൽക്കുന്നേ ഉള്ളൂ, മൂന്നാമത് പറയുക ഇട്ടതൊന്നും വളരുന്നില്ല. ഈ മൂന്ന് വിഷയവും ഒറ്റ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നേ. 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യവും 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും ഒറ്റ കോണ്ടെക്സ്റ്റിലാണ് വിശദീകരിക്കുന്നത്. അപ്പം ഇവിടെ പറയുന്ന വ്യക്തി ആരാണ്? ദൈവവചനത്തിൻ്റെ പ്രകാശനം ലഭിച്ചിട്ട് ആ പ്രകാശനം അവനിൽ വീണതാണ്, പക്ഷേ അവനിൽ അത് വളർന്നിട്ടില്ല. കുറച്ചുകൂടെ യേശു പറഞ്ഞ ഉപമ പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. വിത്ത് വിതയ്ക്കാൻ യേശു പറഞ്ഞ ആ ഉപമ ഓർമ്മയുണ്ടല്ലോ. വിതച്ചപ്പോൾ ചിലത് അറിയാമെങ്കിൽ പറഞ്ഞാട്ടെ 3 സ്ഥലത്ത് വീണതായിട്ട് യേശു പറയുന്നുണ്ട് അല്ലേ? 4 സ്ഥലത്ത്. ഓക്കെ, ഒന്നാമത്തേത് എവിടെയായിരുന്നു വിതച്ചപ്പോൾ വീണത്? വിതച്ചപ്പോൾ ചിലത് വഴിയരികിൽ വീണു. പിന്നെ രണ്ടാമത്തേത് പാറ സ്ഥലത്ത് വീണു. പിന്നെ മൂന്നാമത്തേത് മുള്ളിനിടെ വീണു. നാലാമത്തേത് നല്ല നിലത്ത് വീണു. ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. വിത്ത് വീഴാത്തവനല്ല ഇവൻ, വിത്ത് വീണവനായവൻ. പക്ഷെ വീണ വിത്ത് ഇവനിൽ വളരുന്നില്ല. അതിന് പകരം വേറെ ഒന്നാ വളരുന്നേ. മുള്ളും ഞെരിഞ്ഞിലുമാണ് വളരുന്നത്. വളരേണ്ടിയത് വിത്താണ്. വിത്തിട്ട യജമാനന്റെ സ്വപ്നം മുഴുവൻ വിത്ത് വളരുമെന്നാണ്. പക്ഷെ വളർന്നത് മുള്ളും ഞെരിഞ്ഞിലുമാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു ഞാൻ പറയുന്ന ആശയത്തെ? കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. താങ്ക് യു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ഇവിടെ പറയുന്ന വിഷയം? ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഈ മനുഷ്യന് എന്താണ് സംഭവിച്ചത്? ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ആ വാക്യങ്ങളെ ഒന്ന് അപഗ്രഥിച്ച് ഒന്ന് വായിച്ചാട്ടെ. അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാതിരിക്കത്തില്ല. കാരണം ദൈവവചനത്തിൻ്റെ പ്രത്യേകത അതാണ്. പല ആവർത്തി വായിച്ചാൽ നമുക്ക് തുറന്നു കിട്ടും. 4-ാം വാക്യം പോലെ ഒന്നുകൂടെ തുടങ്ങിക്കുക എൻ്റെ കൂടെ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും ലോകത്തിന്റെ ശക്തിയും അനുഭവിച്ചിട്ട് ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ. അപ്പൊ ഇവന് സംഭവിച്ചത് ഈ ആസ്വദിച്ച അവസ്ഥയിൽ നിന്നുള്ള പിന്മാറ്റമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ലഭിച്ച പ്രകാശനത്തിൽ നിന്നുള്ള പുറകോട്ട് പോക്കാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ശരിയായിട്ടുള്ള പ്രകാശനം ഇയാൾക്കുണ്ടായിട്ടില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നു? ശരിയായിട്ടുള്ള പ്രകാശനം ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മൾ ഇദ്ദേഹത്തിൽ കണ്ടതൊന്നും ഒറിജിനൽ അല്ലായിരുന്നു. പ്രകാശനം ലഭിച്ചതുപോലെ ഉള്ള അഭിനയമായിരുന്നു.
വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി അനുഭവിച്ചതുപോലെ ഉള്ള പ്രകടനങ്ങളായിരുന്നു. വാസ്തവമായി അത് അനുഭവിച്ചിരുന്നില്ല. അതാ താഴത്തെ വാക്യത്തിൽ പറയുന്നത്, അനുഭവിച്ചിരുന്നുവെങ്കിൽ നല്ല വിത്തായിരുന്നു മുളച്ചു വരേണ്ടിയത്. അത് അനുഭവിക്കാഞ്ഞുകൊണ്ടാണ് വേറെ ഒന്ന് മുളച്ചു വന്നത്. വേറെ എന്താ മുളച്ചു വന്നത്? മുള്ളും ഞെരിഞ്ഞിലുമാണ് മുളച്ചു വന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ആരുടെ കാര്യമായി പറയുന്നത്? എബ്രായ ക്രിസ്ത്യാനികൾ അവർക്ക് സംഭവിച്ച, അവരുടെ ഇടയിൽ ചിലർക്ക് സംഭവിച്ച വിശ്വാസത്തിൻ്റെ മൂല്യച്യുതിയാണ് ഈ വാക്യത്തിൽ വിശദീകരിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഇങ്ങോട്ട് വന്നിട്ട് അല്പം പ്രകാശനം ലഭിച്ച ശേഷം, പൂർണ്ണമായിട്ടില്ല, ആ രക്ഷയുടെ ആ പൂർണ്ണാവസ്ഥയിലേക്ക് ആ വ്യക്തി നടത്തപ്പെട്ടിട്ടില്ല, ചെറിയ ലൈറ്റനിങ് അവിടെ ഇവിടങ്ങളിൽ കിട്ടിയ ശേഷം എന്ത് ചെയ്തു? പിന്മാറിപ്പോയി. എന്നിട്ട് അങ്ങനെ പിന്മാറിപ്പോയവർ ഇച്ചിരി അറിഞ്ഞിട്ട് പോയവരാകയാൽ അവർ യേശുവിന് ലോകാപവാദം വരുത്തും. ആ വാക്യം ഭയങ്കര ഒരു വാക്യമാണ്. ദൈവമായ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചോ ജോസ് ബ്രദറെ. ഹല്ലേലൂയ. ദൈവപുത്രനെ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം യേശുവിന് ലോകാപവാദം വരുത്തുന്നവനും. കാരണം ഈ വയല് കാണുന്ന ആരും ചോദിക്കും, അയ്യോ ഇത്രയും വെള്ളം കയറ്റിയിട്ടും ഇത്രയും മഴ കുടിച്ചിട്ടും ഇത്രയും വെള്ളം കുടിച്ചിട്ടും ഇതിനകത്തുനിന്ന് ഒരു ഫലം വരുന്നില്ലേ? അയ്യേ ഇതെന്താ ഈ വയലിൽ നിന്ന് മാത്രം ഫലം വരാത്തതെന്ന് ചോദിച്ച് മറ്റുള്ളവര് അപമാനിക്കാൻ, വയലിൻ്റെ ഉടമസ്ഥനെ യേശുവിനെ അപമാനിക്കുവാൻ ഈ വയല് നിമിത്തം ഇടവരുന്നു. ഏത് വയല്? സ്വീകരിച്ച വിത്തിനെ പുറപ്പെടുവിക്കാത്ത വയല്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ അങ്ങനെയല്ല. അതാ താഴെ വായിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങളെക്കുറിച്ച് ശുഭമായത് വായിച്ചോ. എന്നാൽ പ്രിയമുള്ളവരെ, എത്രാമത്തെ വാക്യം? എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും. നിങ്ങൾ വേറെയാ. നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങൾ ചെയ്തതും മറന്നു കളയുന്ന ദൈവമല്ല. ഇവരപ്പം ഈ അവസ്ഥയിലുള്ളവരല്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെക്കുറിച്ചുള്ള കാര്യമല്ല, നിങ്ങളെക്കുറിച്ച് വേറെ ഒന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നേ. അപ്പോൾ ഈ പറഞ്ഞത് ആരെക്കുറിച്ചാ? ഈ പറഞ്ഞത് ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് ഒരു പ്രാവശ്യമേ ഇത് സംഭവിച്ചിട്ടുള്ളൂ. ഒരു ലൈറ്റനിങ് ഉണ്ടായി. അതിനപ്പുറത്ത് ഒരു രക്ഷയുടെ ഭദ്രതയിലേക്ക് നടത്തപ്പെട്ട വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നത്, ഈ കിട്ടിയ വെളിച്ചത്തിൽ തുടരുവാൻ കഴിയാതെ ഈ വ്യക്തി തന്നെത്താൻ അതിൽ നിന്ന് ഓടിപ്പോവുകയാണ്. ഇവിടെ വിശദീകരിക്കുന്ന വിഷയം രക്ഷയേ അല്ല. ഈ ഭാഗത്ത് വിശദീകരിക്കുന്നത് രക്ഷയുടെ ഭദ്രതയോ രക്ഷതയുടെ ഭദ്രതയില്ലായ്മയോ അല്ല. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് ക്രിസ്ത്യൻ മെച്യൂരിറ്റിയിലേക്ക്, ക്രിസ്തീയ വളർച്ചയുടെ പക്വതയിലേക്ക് നടന്നു കയറാൻ കഴിയാത്ത ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥയാണ് ഈ വാക്യത്തിൽ വിശദീകരിക്കുന്നത്. ആ വ്യക്തിയുടെ കാര്യം വിശദീകരിക്കുമ്പോഴാണ് താഴേക്ക് പറയുന്നത്, ആ വ്യക്തി യേശുക്രിസ്തുവിന് ലോകാപവാദം വരുത്തുകയാണ്, ദൈവപുത്രനെ അപമാനിക്കുകയാണ്. ഓ ഹല്ലേലൂയ. നിങ്ങൾക്കും എനിക്കും ഈ ഗതി വരരുതല്ലോ. ഹല്ലേലൂയ. നിങ്ങൾക്കും എനിക്കും ഈ ഗതി വരാതിരുന്നതിനായിട്ട് കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എനിക്കറിയാം ഇവിടെ വീഴുന്ന വിത്ത്, ഹല്ലേലൂയ, ആ വിത്ത് തന്നെയാണ് ഇവിടെ മുളയ്ക്കുന്നത്. കേൾക്കുന്ന വചനം തന്നെയാണ് നിങ്ങൾ പുറത്തു വരുന്നത്. വചനം കേട്ടു, പക്ഷെ മുള്ളു മുളച്ചു. എന്തൊരു വിരോധാഭാസമാണ്. വീണത് വിത്താണ്, പക്ഷേ മുളച്ചു വന്നത് മുള്ളാണ്. വീണത് വിത്താണ്, പക്ഷെ മുളച്ചു വളർന്നതും മുള്ളും ഞെരിഞ്ഞിലുമാണ്. എന്തൊരു വിരോധാഭാസമാണ്. എന്നാൽ ഈ ഗതി ഇവിടെ ഇരിക്കുന്ന ആർക്കും സംഭവിക്കായികയാൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എബ്രായ സഭയെക്കുറിച്ച് അപ്പോസ്തലൻ പറഞ്ഞ അതേ വാക്ക് നിങ്ങളെക്കുറിച്ച് ഞാനും പറയാം. നിങ്ങളെക്കുറിച്ച് ശുഭമായുള്ളത് ഞാൻ ആശിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ശുഭമായുള്ളത് ആശിക്കുന്നു. എന്താണ് ശുഭമായുള്ളത്? അപ്പുറത്ത് വീണ വിത്ത് കിടക്കുമ്പോൾ തന്നെ മുള്ളും ഞെരിഞ്ഞിലും പുറപ്പെടുവിച്ച് വയല് കൊള്ളരുതാത്തവരായി ശാപഗ്രസ്തരായി കിടന്നപ്പോ വീണ വിത്തിനെ സ്വീകരിച്ച്, കരമടിച്ച് വീണ വിത്തിനെ സ്വീകരിച്ച് ആ വിത്തിനെ വളരുവാൻ അവരവരിൽ അനുവദിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരിൽ ആ വിത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. 100 മേനി ഫലത്തിലേക്ക് ആ വിത്ത് നമ്മെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. അപ്പൊ എന്താണ് ഈ വ്യക്തിയുടെ അവസ്ഥ? ഒരിക്കൽ പ്രകാശം ലഭിച്ചു. കുറച്ചുകൂടെ ഒന്ന് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞ്
ഏതോ ഒരു മീറ്റിങ്ങിന് പോയിട്ടുണ്ട്, ഏതോ ഒരു യോഗത്തിന് പോയിട്ടുണ്ട്. അന്ന് അവിടെ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ബൈബിളിലുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അപ്പോൾ അവിടെ വന്ന ആ സമയത്ത് തൊട്ടടുത്തിരുന്ന ആൾ കണ്ടായിരുന്നു, അവനവിടെ ഇരുന്ന് വചനമൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഈ അടുത്ത് നിന്ന് വചനമൊക്കെ കേട്ട് പത്രോസിൻ്റെ ലേഖനത്തിന് വചനമൊക്കെ കേട്ടതല്ലേ എന്ന് വിചാരിച്ചു. എന്നെപ്പോലെ തന്നെ ആ വ്യക്തി വളരുമെന്ന് ചിന്തിച്ചപ്പോഴാണ് എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വിത്ത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത് മുള്ള്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നത് മുള്ള് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വിത്ത്. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ വ്യക്തി ലോകാപവാദം വരുത്താൻ തുടങ്ങി യേശുവിന്. കാണുന്നവരൊക്കെ പറയും, അയ്യോ അവൻ അവിടെ പോയിരുന്നു വചനം കേട്ടതല്ലേ, വിത്തിന് പകരം മുളച്ചു വരുന്നത് മുള്ളും ഞെരിഞ്ഞിലും ആണല്ലോ എന്ന് പറഞ്ഞപ്പം ലോകാപവാദം വരുത്തുവാൻ തുടങ്ങി. ഈ അവസ്ഥ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഇല്ലായികയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളിൽ വീണ വിത്ത് ഒരു പറവയും മോഷ്ടിക്കയില്ല. നിങ്ങളിൽ വീണ വിത്ത് ഒരു മുള്ളും ഞെരുക്കുകയില്ല. നിങ്ങളിൽ വീണ വിത്ത് ഒരു മുള്ളും ഞെരിഞ്ഞിലും ഞെരുക്കി ഇല്ലാതാക്കുകയില്ല. ശുഭമേറിയത് നിങ്ങളെക്കുറിച്ച് പ്രത്യാശിക്കുന്നു. എന്താ ശുഭമേറിയത്? നിങ്ങളിൽ വീണ വിത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നവർക്കായി അനുഭവിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നിൽ വീണ വിത്തിനെ ഞാൻ വളരുവാൻ എന്നിൽ അനുവദിക്കുന്നതാണ് ക്രിസ്ത്യൻ മെച്യൂരിറ്റി, ക്രിസ്തീയ പക്വത. ക്രിസ്തീയ അപക്വത അപ്പോൾ എന്തുവാ? എന്നിൽ വീണ വിത്തിനെ വളരാൻ അനുവദിക്കാഴിക. ഒരിക്കൽ വീണ് വിത്ത്, പക്ഷേ പിന്നീട് ആ വിത്തിന് വാട്ടറിങ് ചെയ്തിട്ടില്ല, വെള്ളം ഒഴിച്ചിട്ടില്ല. ഒരിക്കൽ പ്രകാശം ലഭിച്ചു, ഇതെല്ലാം ആസ്വദിച്ചു, പക്ഷേ ഇതിന് പിന്നത്തേതിൽ ഈ ഗ്രോത്തിലേക്ക് വന്നില്ല. ഗ്രോത്തിലേക്ക് വരാഞ്ഞപ്പോൾ സംഭവിച്ചതാണ് ഈ വിത്ത് ഇവിടെ കിടന്ന് അത് കെട്ടുപോയി. ആ വിത്തിൻ്റെ തൊട്ടിപ്പുറത്ത് വേറെ ചിലത് മുളയ്ക്കാനിടയായി. ആ മുള്ളും ഞെരിഞ്ഞിലും മുളച്ചു വന്നു. ഇത് ഇവിടെ ഇരിക്കുന്ന ആരുടെ അവസ്ഥയല്ല. എബ്രായ സഭയ്ക്ക് എന്തിനാ ഇത് പറയുന്നത്? എബ്രായ സഭയിൽ അപ്പോസ്റ്റസി വിശ്വാസത്യാഗം സംഭവിച്ച് എത്രയോ പേര് പിന്നോട്ട് പോയി എന്ന് നിങ്ങൾക്കറിയാമോ? ആ എബ്രായ ലേഖനം എഴുതുമ്പോൾ എബ്രായ ലേഖനകാരൻ വിശദീകരിക്കുക, അയ്യോ നിങ്ങൾക്കാർക്കും ഇങ്ങനെ വരരുത്, നിങ്ങളെക്കുറിച്ച് ശുഭമായത് ഞാൻ ഇച്ഛിക്കുന്നു. അവർക്കത് സംഭവിക്കാൻ കാര്യം അവർ ഈ പക്വതയിലേക്ക് വന്നില്ല, കേൾപ്പാൻ മാന്യതയുള്ളവരായിരുന്നു. എത്ര പേര് കേൾക്കുന്നുണ്ട്? അവർ ശ്രദ്ധിച്ച് നോക്കാത്തവരാണ്, അവരിത് കണ്ടിട്ടില്ല. കണ്ടവൻ ഇത് വിട്ടിട്ട് പോകാൻ പറ്റില്ല. കണ്ടവർക്കായി സ്തോത്രം. അറിഞ്ഞവർക്ക് ഇത് വിട്ടിട്ട് പോകാൻ പറ്റില്ല. ഓ കൃപ കൃപ കൃപ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കൃപ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. എത്ര പേര് അത് അനുഭവിക്കുന്നു എന്ന് എനിക്കറിയില്ല. അത് അനുഭവിക്കുന്നവർക്കാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മിനിറ്റിൽ തന്നെ ഒന്ന് വിശ്വാസത്താൽ സ്വീകരിച്ച യേശുവേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, യേശുവേ ഞാൻ അറിയുന്നു 100 മേനി ഫലം കായ്ക്കുന്ന, ഉറക്കെ പറയുക, 100 മേനി ഫലം കായ്ക്കുന്ന ഒരു വയലായി എന്നെ തെരഞ്ഞെടുത്തതിന് നന്ദി യേശുവേ. ഹല്ലേലൂയ. ഞാൻ അനുഭവിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് തുടരുന്നതാണ്, അത് നിലനിൽക്കുന്നതാണ്, അത് വലിയ കൊയ്ത്തിലേക്ക് എന്നെ നയിക്കുന്നതാണ്. അത് എന്നിൽ വന്നത് ഒരു ദിവസത്തേക്കല്ല, ജീവാവസാനം വരെ എന്നിൽ വളരുവാനാണ്. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഇന്ന് ഞാനിത് പറയുമ്പോൾ തന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നു, ഇവിടെ ആ ക്രിസ്തീയ വളർച്ച പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 3 സെഷനുകളിൽ സംസാരിച്ച ഒരൊറ്റ വിഷയമാണ് ക്രിസ്ത്യൻ മെച്യൂരിറ്റിയിലേക്ക് പലരെയും കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നതിൻ്റെ അർത്ഥം? ഇന്ന് ഈ മിനിറ്റ്, ഞാൻ ഈ വചനം പറയുന്ന ഈ മിനിറ്റ് വരെ സ്വർഗീയ ദാനം ആസ്വദിച്ച നിങ്ങളിൽ നിന്ന് പുറത്തു വരേണ്ടിയതല്ല പുറത്തു വരുന്നതെങ്കിൽ ഓർക്കുക, നിങ്ങളിലെ വിത്തിനെ വളരാൻ നിങ്ങൾ അനുവദിച്ചിട്ടില്ല. എന്താണ് ക്രിസ്തീയ ജീവിതം? ഒറ്റ വാക്കി പറയാം, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. ക്രിസ്തീയ ജീവിതം എന്നിൽ വീണ വിത്തിനെ പോഷിപ്പിക്കുന്നതാണ്, വളർത്തുന്നതാണ്. വളരാൻ ഞാൻ അനുവദിക്കുകയും അനുകൂലമായ സാഹചര്യങ്ങളെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. കുറച്ചുകൂടി ഞാൻ വ്യക്തമായി പറയാം. ഇന്ന് നിങ്ങളിവിടെ വന്നു, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കേട്ടു, സ്വർഗീയ ദാനം ആസ്വദിച്ചു, രക്ഷയുടെ വലിപ്പത്തെ നിങ്ങൾ കണ്ടു. ഇന്ന് ഈ രക്ഷിതാവായ യേശുവിനെ ഉള്ളത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ യേശുവിൻ്റെ മഹത്വത്തെ സ്വീകരിക്കുമ്പോൾ നിങ്ങളിലൊരു വിത്ത്
വിത്തായി ആ ക്രിസ്തുവിൻ്റെ മഹത്വം വീഴുകയാണ്. എന്നാൽ ആ വീണ വിത്തിനെ ഇട്ടിട്ട് പോകരുത്, അതിന് വെള്ളമൊഴിക്കാൻ തയ്യാറാകണം. അതിന് തുടർമാനമായുള്ള കേൾവി ആവശ്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കണം, പിന്നെയും പിന്നെയും വെള്ളമൊഴിക്കണം. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എന്നാ കുഴപ്പമെന്നറിയാമോ? ഒരിക്കലായിട്ടത് നിൽക്കും, എന്നാൽ തുടർമാനമായിട്ടത് ഉണ്ടാകണം. പക്ഷേ ഈ അധ്യായം തുടങ്ങി, ഈ 4-ാം വാക്യം തുടങ്ങിയപ്പോഴേ പറഞ്ഞു, അവനുണ്ടായത് ഒരിക്കലാണ്, അവനിൽ കണ്ടിന്യൂവേഷനായിട്ട് സംഭവിച്ചിട്ടേ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനല്ല. ഇന്ന് രാവിലെയും യേശുവിനെ അനുഭവിച്ചവർക്കായി സ്തോത്രം. ഇവിടെ ഇരിക്കുമ്പോഴും യേശുവിനെ അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. കർത്താവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ, കൂട്ടായ്മയിൽ, കൊയ്നോനിയിൽ നടക്കുന്നവർക്കായി സ്തോത്രം. കരമടിച്ചവർ ദൈവത്തെ സ്തുതിച്ചു. നിങ്ങളിൽ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷയുടെ ഭദ്രതയോ അഭദ്രതയോ അല്ല ഇവിടുത്തെ വിഷയം, മറിച്ച് ക്രിസ്ത്യൻ ഇമ്മെച്യൂരിറ്റി, ക്രിസ്തീയ വളർച്ചയില്ലായ്മയാണ് ഈ വാക്യത്തിൽ വിശദീകരിക്കുന്നത്. ഈ വാക്യത്തിൽ എന്നല്ല, ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിലും കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനത്തിലും വിശദീകരിച്ച് കൊണ്ടുവരുന്ന ഒരൊറ്റ ആശയത്തിലേക്കാണ്. എന്നാൽ നിങ്ങളെക്കുറിച്ച് ശുഭമായത് പ്രതീക്ഷിക്കുന്നു. എന്താ ഈ വചനം നമുക്ക് തരുന്ന മെസ്സേജ്? എന്താണ് ഈ വചനം നമ്മളോട് പറയുന്ന സന്ദേശം? ശ്രദ്ധിച്ച് കേട്ടാട്ടെ. കർത്താവിൻ്റെ മഹത്വത്തെ ഒരിക്കൽ അനുഭവിച്ചു, തീർന്നു, എനിക്കൊരു സ്പർശനം കിട്ടി, ഞാൻ സൗഖ്യമായി, തീർന്നു, ഇനി യേശു വേണ്ട, യേശുവിൻ്റെ മഹത്വം വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോകരുത്. അങ്ങനെ ഇട്ടേച്ച് പോയാൽ നിങ്ങളിൽ മുളയ്ക്കുന്നത് പിന്നത്തേതിൽ മുള്ളും ഞെരിഞ്ഞിലുമായിരിക്കും. എന്നിട്ട് അവിടെ പറയുകയാണ്, അത് അനുഗ്രഹത്തിനടുത്തതെന്നല്ല എഴുതിയിരിക്കുന്നത്, അത് ശാപത്തിനടുത്തതെന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ലേ? അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് വായിച്ചോ വാക്യം. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും. മുളച്ചാലോ അല്ല, മുളപ്പിച്ചാലോ, അതിനെ വെള്ളമൊഴിച്ചാലോ, വിത്തിന് വെള്ളമൊഴിക്കുന്നതിന് പകരം മുള്ളിന് വെള്ളമൊഴിച്ചാലോ അത് ശാപത്തിനടുത്തതും ശാപത്തിനടുത്തതുമാകുന്നു. അതിന്റെ അവസാനം ചുട്ടുകളച്ചിലാണ്. പക്ഷെ നിങ്ങൾ ചുട്ടുകളയാൻ വിളിക്കപ്പെട്ടവരല്ല. യജമാനന്റെ മേശപ്പുറത്ത് സമൃദ്ധമായ കൊയ്ത്തിൽ പങ്കാളികളായി പ്രവേശിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ചുട്ടുകളയാൻ വിധിക്കപ്പെട്ടവരാരും ഇവിടെ വന്നിട്ടില്ല. അവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരെക്കുറിച്ചും ശുഭമായത് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കർത്താവിന് ചെയ്തത് കർത്താവ് മറന്നു കളഞ്ഞവനല്ല. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും നിങ്ങൾ ദൈവവേലയോട് കാണിക്കുന്ന ആദരവിനെ മറന്നു കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ യേശുവിലൂടെ സ്വീകരിച്ച രക്ഷയിൽ വളരുന്നവരാണ്. എന്നാൽ ആ വ്യക്തി പ്രാപിച്ച രക്ഷയിൽ വളരുന്നവനല്ല. രക്ഷയുടെ ഘട്ടത്തിലേക്ക് പോലും എത്തിയിട്ടില്ല. ജസ്റ്റ് ഒരു എൻലൈറ്റ്മെന്റ് കിട്ടി, ചെറിയ ഒരു പ്രകാശനം കിട്ടി, എവിടുന്നോ ഒരു ചെറിയൊരു ലൈറ്റ് കത്തി. അതിനപ്പുറത്ത് വാസ്തവമായി കത്തി നിൽക്കുന്ന ഒരു വെളിച്ചം അവനിൽ ഉണ്ടായിട്ടില്ല. യേശുവേ എന്ന് എവിടുന്നോ ഒന്ന് കേട്ടു, അതിനപ്പുറത്ത് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ അങ്ങനല്ല കേട്ടെ. നിങ്ങൾ വിത്ത് സ്വീകരിച്ചവരാണ്. നിങ്ങളിൽ ആ വിത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 100% ഉറപ്പിക്കാം, ശുഭമായത് കണ്ടുറപ്പിക്കാം, നിങ്ങൾ ഈ വാഗ്ദത്തത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ നിങ്ങളോട് വിശദീകരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇതേ ഭാഗത്തിൻ്റെ തന്നെ അടുത്ത കണ്ടിന്യൂവേഷനായിട്ട് വരുന്ന ഭാഗവും കൂടെ ഇപ്പം പറഞ്ഞാൽ സമയം എടുക്കാനായിട്ട് കഴിയുമെന്ന് ചിന്തിക്കുന്നു. അതോടെ പെട്ടെന്ന് പറയാം. ഓക്കെ, 10-ാം വാക്യം പോലെ വായിച്ചോ. നിങ്ങൾ ആരാണ്? ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം. ഇവര് നാമത്തോട് സ്നേഹമുള്ളവരാണ്, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നവരാണ്, ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് ആ വഴിക്ക് പോയവരല്ലിവർ. ഒരു ചെറിയ മിന്നലുണ്ടായി, ആ മിന്നൽ കിട്ടി, അതുവഴിക്ക് പോയവരല്ലിവർ. തുടർമാനമായി ആ വെളിച്ചത്തിന്റെ ശോഭയെ ഇവരിൽ വർദ്ധിക്കുവാൻ അനുവദിക്കുന്നവരാണിവർ. അതവിടെ വായിക്കുന്നത്. അങ്ങനെ വായിച്ചോ. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. 11-ാം വാക്യം നോക്കി. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം. ആ ഉത്സാഹം കാണിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ആ വാക്യത്തിനകത്ത് തന്നെ മേളത്തെ വാക്യത്തിൻ്റെ വിശദീകരണം മനസ്സിലായി കാണുമല്ലോ.
ഇടയ്ക്ക് ഉത്സാഹം നഷ്ടപ്പെട്ടവനാണ് ഇവിടുത്തെ വിഷയം. പ്രകാശനം ലഭിച്ച പ്രകാശനത്തെ തുടരാതെ കിട്ടിയ പ്രകാശനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവനാണ് ഇവിടുത്തെ വിഷയം. ഇറക്കപ്പെട്ടവനല്ല, ദൈവം പുറത്താക്കിയവനല്ല, താനെ ഇറങ്ങി മാറി നിന്നവനാണ് ഇവിടുത്തെ വിഷയം. ഇനി നിങ്ങളൊന്ന് വിശദീകരിച്ചോ വാക്യങ്ങൾ താഴേക്ക്. എന്നിട്ട് പറയാണ്, നിങ്ങൾ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നവരെ അനുകരിക്കുന്നവരാണ്, നിങ്ങൾ വാഗ്ദത്തങ്ങളെ സ്വീകരിച്ചവരാണ്. 6 അധ്യായത്തിൻ്റെ ഒരു വാക്യം എന്നിട്ട് ഒന്ന് വായിച്ചിട്ട് നമുക്ക് ആ പ്രത്യാശ 18 വാക്യം പോലെ വായിച്ച്, അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ. നോക്ക നിങ്ങളുടെ കാര്യം മേളി പറഞ്ഞിട്ട് പറയാ, നിങ്ങളുടെ കാര്യത്തിൽ ഭോഷ്ക് പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. കരമടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ആ പ്രത്യാശ, യേശു ക്രിസ്തുവിൽ ഞാൻ വളരുന്നു, യേശു ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ എന്നെ യേശുവിലാക്കിയിരിക്കുന്നു. ഞാൻ മുള്ളും ഞെരിഞ്ഞിലും പുറപ്പെടുവിക്കുന്ന, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് പ്രകാശനത്തിൽ തുടരാൻ കഴിയാത്ത ആ വ്യക്തിയെ പോലെ അല്ല ഞാൻ. പ്രത്യാശയുടെ നങ്കൂരം ആത്മാവിലാൻ ഇടപെട്ടവനാണ്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. ആ ഉറപ്പ്, അതാണ് അവിടുത്തെ ആശയം. ആ ഉറപ്പ് നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. വായിച്ചു അടുത്തതും കൂടെ. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരതയും തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാകുന്നു. ഒന്ന് പറഞ്ഞു, നിശ്ചയവും സ്ഥിരതയും തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാകുന്നു. എന്നതാ തിരശ്ശീല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. തിരശ്ശീലയ്ക്കകത്തേക്ക് നിശ്ചയവും സ്ഥിരതയും പൂണ്ട് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല പഴയ നിയമത്തിൽ ആർക്കും. നിശ്ചയവും സ്ഥിരതയും പൂണ്ട് തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുവാൻ പഴയ നിയമത്തിൽ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അസ്ഥിരന്മാരായി, സ്ഥിരത നഷ്ടപ്പെട്ടവരായി, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു പേടിച്ചിട്ടല്ലാതെ ആരും തിരശ്ശീലയ്ക്കകത്ത് കയറിയിട്ടില്ല. മുമ്പേ വിശദീകരിച്ചു, നിങ്ങൾക്കൊരു മഹാപുരോഹിതനുണ്ട്. 5-ാം അധ്യായത്തിൽ വിശദീകരിച്ചു, നിങ്ങൾക്കൊരു മഹാപുരോഹിതനുണ്ട്. മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായ യേശു എന്ന മഹാപുരോഹിതൻ എന്ന് വിശദീകരണം തന്നിട്ട് പറയുക, ആ മഹാപുരോഹിതനാകുന്ന യേശുവിൽ പ്രത്യാശ അർപ്പിച്ചവരെ, കിട്ടിയ പ്രകാശനത്തിൽ തുടരുന്നവരെ, ലഭിച്ച പ്രകാശനത്തെ ആളിക്കത്തിക്കുന്നവരെ, കിട്ടിയതിനെ ജ്വലിപ്പിക്കുന്നവരെ, യേശുവിനെ കണ്ടിട്ട് ഇട്ടേച്ചു പോകാത്തവരെ, നിങ്ങളുടെ ആത്മാവിൽ ഒരു പ്രത്യാശയുടെ നങ്കൂരമാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്. ആ നങ്കൂരം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്? സ്ഥിരത. വായിച്ചോ സ്ഥിരത. വെച്ചോ വാക്ക്. ആ നിശ്ചയവും 19-ാമത്തെ വാക്യം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അടുത്തത്, അത് നിശ്ചയവും, എന്നോട് ചേർന്ന് കരമുയർത്തി എന്ന് പറഞ്ഞു, അത് നിശ്ചയവും സ്ഥിരതയും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടക്കുന്നതുമാകുന്നു. ഈ പ്രത്യാശ. ഏത് പ്രത്യാശ? എന്നിൽ വീണ ദൈവവചനമാകുന്ന വിത്തിനെ, സത്യത്തിൻ്റെ പ്രകാശനത്തെ അനുദിനം വളർത്തിയെടുക്കുവാൻ ഞാൻ എടുത്ത തീരുമാനത്തിൽ എന്നിൽ വീണ ആ പ്രത്യാശ എൻ്റെ ആത്മാവിനെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു നങ്കൂരമാണ്. ഇനി എത്ര ഇളക്കം ഇവിടെ സംഭവിച്ചാലും ഈ നങ്കൂരം ഇട്ടവൻ അനങ്ങത്തില്ല. അത് വീണവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആരെല്ലാം മറിഞ്ഞു പോയാലും, ആരെല്ലാം ഇളകിപ്പോയാലും, ഇളകി മറിയാൻ 10,000 സാഹചര്യങ്ങൾ കൺമുമ്പിലുണ്ടായാലും ഇളകി മറിയാൻ കഴിയാത്ത തരത്തിൽ സ്ഥിരമായ, വാസ്തവമായ, ഉറപ്പായ, ആ പദങ്ങളൊക്കെ ഒന്ന് വായിച്ചു, ഒന്നുകൂടെ ഒന്ന് വായിച്ചു. ഉറപ്പായ, നിശ്ചയമായ, നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. ഇങ്ങനെയുള്ളൊരു പ്രത്യാശ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഈ പ്രത്യാശ നിങ്ങൾക്ക് ലഭിച്ചത് ഇമ്മെച്യൂരിറ്റിയിൽ അല്ല, മെച്യൂരിറ്റിയിലാണ്. ഈ പ്രത്യാശ നിങ്ങൾക്ക് ലഭിച്ചത് ക്രിസ്തീയ തളർച്ചയിലല്ല,
ക്രിസ്തീയ വളർച്ചയിലാണ്. ക്രിസ്തീയ തളർച്ചയുടെ 3 മുഖങ്ങൾ കാണിച്ചു. 1, കേൾപ്പാൻ മാന്യമുള്ള അവസ്ഥ. 2, ആദ്യപാഠത്തിൽ നിൽക്കുന്ന അവസ്ഥ. 3, വീണതല്ല വളരുന്നത്. വീണത് ദൈവവചനത്തിൻ്റെ വിത്താണ്, പക്ഷെ വളരുന്നത് മുള്ളും ഞെരിഞ്ഞിലുമാണ്. 3ാമത്തെ അവസ്ഥ. എന്നിട്ട് എബ്രായ ക്രിസ്ത്യാനികളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക, നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരാകരുത്. 2, നിങ്ങൾ ആദ്യപാഠത്തിൽ നിൽക്കുന്നവരാകരുത്. 3, ക്രിസ്ത്യൻ മെച്യൂരിറ്റിയുടെ 3ാം ഭാഗം. 3ാമത് വിശദീകരിക്കാൻ പറയാം, നിങ്ങൾ ഹല്ലേലൂയ ആദ്യപാഠത്തിൽ നിൽക്കുന്നവരാകരുത്. അതിനപ്പുറത്ത് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ 6ാം അധ്യായത്തിൽ വിശദീകരിക്കുമ്പം എബ്രായ ലേഖനകാരൻ പറയുകയാണ്, അയ്യോ നിങ്ങൾ ഒരിക്കൽ പ്രകാശനം ലഭിച്ച് പോകുന്നവരാകരുത്. തുടർമാനമായുള്ള പ്രകാശനത്തിന് ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തിയാൽ ഈ ക്രൈസ്തവ ശൈശവത യേശുവിന് അപമാനവും മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ, യഥാർത്ഥ യേശുക്രിസ്തുവിലുള്ള പക്വതയിലുള്ള ജീവിതം, ക്രൈസ്തവ പക്വതയിലുള്ള ജീവിതം മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിയാത്ത അനുഭവമല്ല. യഥാർത്ഥ യേശുക്രിസ്തുവിലുള്ള ജീവിതം കിട്ടിയ പ്രകാശനത്തിൽ നിന്ന് അതിലും വലിയ പ്രകാശനത്തിലേക്ക് നയിക്കപ്പെടുന്നതാണ്. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. എന്നിട്ട് അത് വിശദീകരിച്ചിട്ട് താഴെ പറയുമ്പം അപ്പോസ്തലൻ പറയുകയാണ്, ഈ പ്രത്യാശ നിങ്ങളുടെ ആത്മാവിന് ഒരു നങ്കൂരമാണ്. നിങ്ങളെക്കുറിച്ച് ശുഭമായത് വിശ്വസിക്കുന്നു. എന്നാ കാര്യം? നിങ്ങൾ ഇമ്മച്വർ അല്ല. നിങ്ങൾ ഇമ്മച്വർ ആകാത്ത, അപക്വമായ രീതിയിൽ തുടരാത്ത ചിലരിവിടെ ഉണ്ട്. നിങ്ങൾ പിടിച്ചിരിക്കുന്ന പ്രത്യാശ ഒരു നങ്കൂരമാണ്. നിങ്ങൾക്ക് സ്ഥിരതയുണ്ട്. ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് സ്ഥിരതയുണ്ട്. ഒന്ന് പറഞ്ഞേ, എനിക്ക് സ്ഥിരതയുണ്ടെന്നൊന്ന് പറഞ്ഞേ. എനിക്ക് സ്ഥിരതയുണ്ട്. എൻ്റെ ആത്മാവിൽ ഇട്ടിരിക്കുന്ന നങ്കൂരം, ആ പ്രത്യാശയുടെ നങ്കൂരം എൻ്റെ ആത്മാവിൽ വീഴ്ത്തപ്പെട്ടത് കൊണ്ട് എനിക്ക് സ്ഥിരതയുണ്ട്. 3 കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്ഥിരതയും, വായിച്ചോവാക്ക്, സ്ഥിരതയും നിശ്ചയവും തിരശീലക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. ഇനി ഞാൻ പുറത്ത് നിൽക്കുന്നവനല്ല, ഈ ഉറപ്പുള്ള ഞാൻ അകത്ത് പ്രവേശിക്കപ്പെട്ടവനാ. ഈ ഉറപ്പുള്ള ഞാൻ അപ്പൻ്റെ കൂടെ അകത്ത് പ്രവേശിക്കപ്പെട്ടു. എത്ര പേര് പറയും പരിശുദ്ധ ആത്മാവേ? എത്ര പേര് പറയും പരിശുദ്ധ ആത്മാവേ? എത്ര പേര് ഉറക്കെ വിളിക്കും പരിശുദ്ധ ആത്മാവേ? ഓ ഹല്ലേലൂയ. ഈ മെച്യൂരിറ്റിയിലേക്ക് ഒന്ന് നടന്നാട്ടെ. ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഇതാ സംഭവിക്കുന്നത്. പ്രകാശനത്തിൻ്റെ കണ്ടിന്യൂവേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. സത്യത്തിൻ്റെ പ്രകാശനത്തിൻ്റെ തുടർമാനത ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഈ കിട്ടിയ പ്രകാശനത്തിൽ നിന്ന് അധികം പ്രകാശനങ്ങളിലേക്ക് ഞാൻ ക്രിസ്തീയ ജീവിതത്തെ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം കിട്ടിയ പ്രകാശനത്തെ നിങ്ങളിൽ വർദ്ധിപ്പിക്കുന്നതാണ്. മറ്റൊരാശയത്തിൽ പറഞ്ഞാൽ, ദൈവത്തിൽ നിന്നും വരുന്ന സകല വെളിപ്പാടുകളും വളർച്ച ആവശ്യമുള്ളവയാണ്. ദൈവത്തിൽ അവ പൂർണ്ണമാണ്, പക്ഷെ എന്നിൽ അവയ്ക്ക് പ്രോഗ്രസ് ഉണ്ട്. ദൈവിക അരുളപ്പാടുകൾക്ക് എന്നിൽ വളർച്ച ആവശ്യമുണ്ട്. ദൈവത്തിൽ അത് കംപ്ലീറ്റാ. കാരണം ദൈവം കംപ്ലീറ്റ് ഗോഡാണ്. ഗോഡ് ഈസ് എ കംപ്ലീറ്റ് ഗോഡ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് വരുന്ന എല്ലാം പൂർണ്ണമാണ്. പക്ഷെ എന്നിൽ അതിന് വളർച്ചയുണ്ട്, പ്രോഗ്രസ് ഉണ്ട്. ഒരു പ്രകാശനം പല പ്രകാശനങ്ങളാണ്, പല സത്യങ്ങളുടെ പ്രകാശനങ്ങളായി എനിക്ക് മാറുന്നത്. ഇന്നെനിക്ക് പ്രകാശിപ്പിച്ച് കിട്ടിയ സത്യം ഇന്ന് യേശുവിൽ അല്പം വേറിറക്കാൻ എന്നെ ഉപകരിപ്പിച്ചുവെങ്കിൽ, നാളെ പ്രകാശിച്ച് കിട്ടുന്ന വലിയ സത്യങ്ങൾ കൂടുതൽ യേശുവിൽ വേറിറക്കാൻ എന്നെ ഉപകരിക്കുന്നു. ഇങ്ങനെ യേശുവിൽ കൂടുതൽ വേറിറക്കാൻ എന്നെ ഉപകരിക്കുന്ന സത്യത്തിൻ്റെ പ്രകാശനങ്ങളാണ് ഞാനെന്ന് പറയുന്ന വ്യക്തിയെ തികഞ്ഞവനായി, പക്വതയുള്ളവനായി, ശിശുവും കുട്ടിയുമായിട്ടല്ല, ഹല്ലേലൂയ, തികഞ്ഞ പുരുഷത്വമുള്ള മെച്യൂർ ക്രിസ്ത്യനായി, വളർച്ച പ്രാപിച്ച ക്രിസ്ത്യാനിയായി എന്നെ ദൈവമുമ്പാകെ നിർത്തുന്നത് എന്നിലുണ്ടാകുന്ന തുടർമാനമായ ആത്മാവിൻ്റെ പ്രകാശനവും ഞാനാകുന്ന വയലിൽ വീഴുന്ന തുടർമാനമായ മഴയെ സ്വീകരിച്ചുള്ള അവസ്ഥയും. ഈ കണ്ടിന്യൂസ് പ്രോസസ്സിൽ ഞാൻ പോലും അറിയാതെ എന്നിൽ വീണ വിത്ത് വളരുന്നു. ഇതാ പൗലോസ് പറഞ്ഞത്, ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, വളരുമാറാക്കിയത് ദൈവം അത്രേ. ക്രിസ്തു എന്ന വിത്തിനെ ഇടാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. പക്ഷെ ഞാനല്ല വളർത്തിയത്. അപ്പല്ലോസ് വെള്ളമൊഴിച്ചു, അപ്പല്ലോസ് നനച്ചു, വളരുമാറാക്കിയത് കർത്താവ് അത്രേ. നിങ്ങളിൽ വീണ വിത്ത് ഇങ്ങനെ തന്നെയാണ്. എന്നാൽ ആ വിത്ത് ഒരിക്കലായിട്ട് നിർത്തരുത്. തുടർമാനമായ ദൈവിക പ്രകാശനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടാകണം. ഹല്ലേലൂയ. ഇന്നൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നു, അതിന് മറുപടി കിട്ടിയോ ഇല്ലയോ, പ്രാർത്ഥന നിർത്തരുത്. തുടർമാനമായിട്ട് പ്രാർത്ഥിക്കണം.
പ്രാർത്ഥിക്കുമ്പോൾ, തുടർമാനമായി വചനം കേൾക്കുമ്പോൾ, യേശുവിൽ ആരാന്ന് അറിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിരിക്കുന്ന ആ റിയൽ ക്രിസ്ത്യൻ, യഥാർത്ഥ ക്രിസ്ത്യാനി നിങ്ങളിലൂടെ പുറത്തു വരികയാണ്. അതിനായിട്ട് ഈ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ലോകരാജ്യങ്ങളിൽ ഈ ക്രിസ്ത്യൻ മെച്യൂരിറ്റി എന്ന മെസ്സേജിൻ്റെ ഈ അവസാന ഭാഗം ശ്രദ്ധിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം മുതൽ പരിശുദ്ധാത്മാവ് പറയുവാൻ ആഗ്രഹിച്ചത്, എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വിശദീകരിച്ചത്, 17-ാമത്തെ വാക്യത്തിൽ ഉറപ്പിച്ചത്, ഈ നിന്റെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ആ ക്രിസ്തീയ പക്വതയിലേക്ക് ഇന്ന് എന്നെ കേൾക്കുന്ന മക്കളെ പരിശുദ്ധാത്മാവെ അവിടുന്ന് നടത്തുന്നതിനായി സ്തോത്രം. ആ പ്രകാശത്തിൻ്റെ തുടർമാനത അവരിലിരിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ആ പ്രകാശനത്തിൻ്റെ കണ്ടിന്യൂവേഷൻ, ആ ഇൻസ്പിറേഷൻ്റെ കണ്ടിന്യൂവേഷൻ, ആ പ്രചോദനത്തിൻ്റെ തുടർമാനത സംഭവിക്കട്ടെ. സ്വർഗീയ ദ്വാനം ഒരിക്കൽ ആസ്വദിച്ചിട്ട് പിറകിലേക്ക് പോകുന്നവരായിട്ടല്ല, പ്രകാശനത്തിൽ നിന്ന് പ്രകാശനത്തിലേക്ക്, സ്വർഗീയ ദാനത്തിൽ നിന്ന് ദാനങ്ങളിലേക്ക് വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ഓരോ ദിവസവും അനുഭവിച്ച് വർദ്ധിക്കുന്നവരായിട്ട് പരിശുദ്ധാത്മാവെ ഒരു തികഞ്ഞവരാക്കി ഈ വളർച്ചയ്ക്കായിട്ട് ഞങ്ങളെ വിധേയപ്പെടുത്തുന്നു. ഈ വളർച്ച ഞങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന ക്രിസ്തുവിനാൽ സംഭവിക്കുന്ന ആകയാൽ ഞങ്ങളുടെ എഫോർട്ടിനാൽ അല്ലല്ലോ, ഞങ്ങളത് ആ ക്രിസ്തുവിനെ ഞങ്ങൾ അനുവദിക്കുന്നു. കേൾക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. യേശുവിൽ ആരാണെന്നുള്ള പരിജ്ഞാനം നൽകുന്നതല്ലാത്തതൊന്നും കേൾക്കാൻ ഞങ്ങൾ തയ്യാറല്ല. എന്നാൽ ഓരോ ദിവസവും യേശുവിൽ ആരാണെന്നുള്ള അറിവിൽ നിറയുന്നതനുസരിച്ച് നിന്റെ മക്കൾ വളർന്ന് പക്വതയുള്ളവരായി പുറത്തു വരുന്നതിനായി സ്തോത്രം. നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പിള്ളേരെ പേടിപ്പിക്കാം, പേടിച്ചിരിക്കുകയും ചെയ്യും, കട്ടിലിനടി കയറുകയും ചെയ്യും. കണ്ണുരുട്ടിയൊക്കെ ചിലപ്പം പേടിക്കും. പക്ഷെ വളർന്നവൻ്റെ മുമ്പിൽ കണ്ണുരുട്ടിയാ ഉരുട്ടുന്നവൻ വെറുതെ സമയം കളയാന്നേ ഉള്ളൂ. വളർന്നവൻ പറയും ഇതുപോലത്തെ ഒത്തിരി കണ്ണ് കണ്ടിട്ടുള്ളതാണ്, തരത്തിൽ പോയി കളിക്കടാ മോനെ. ഈ ആത്മീയ അവസ്ഥയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്നത്. ഹല്ലേലൂയ. ഇന്നലെ സാഹചര്യത്തെ നോക്കി കരഞ്ഞവരാണെങ്കിൽ ഇന്ന് സാഹചര്യത്തെ നോക്കി പുഞ്ചിരിക്കാൻ പോവുക. എന്താ കാര്യം എന്നറിയാം? നിങ്ങൾക്കറിയാം, ഗാഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവം സകലത്തിൻ്റെയും കാര്യനിർവഹകനായി മേളിലിരിക്കുന്നത്രയും കാലം വിചാരപ്പെടാൻ എനിക്ക് കഴിയുകയില്ല. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് വിചാരപ്പെടാൻ കഴിയുകയില്ല. ഗാഡ് ഈസ് ഇൻ കൺട്രോൾ, ഗാഡ് ഈസ് ഇൻ ത്രോൺ. ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു. ആ ദൈവം അവിടെ ഇരിക്കുന്നത്രയും കാലം എന്നെ തളർത്തുവാനും തകർക്കുവാനും ഒന്നിനും കഴിയുകയില്ല എന്നൊന്ന് ഉറച്ചു പറഞ്ഞേ. ഓ ഹല്ലേലൂയ. ഇന്ന് അക്ഷരാർത്ഥത്തിൽ ജോസ് ബ്രദർ ഈ വചന കേൾവിയാൽ ഇവിടെ സംഭവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന എന്താണ്? ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ ഇന്നത്തെ കേൾവിയിൽ, ഈ എബ്രായ ലേഖനത്തിൻ്റെ കേൾവിയിലൂടെ ഇന്ന് ഇവിടെ കേൾവിക്കാരാകുന്ന ദൈവമക്കള് മനസ്സിലാക്കിയിരിക്കുന്നത്, അവരുടെ ശിശുത്വം പൊട്ടി അവർ പുരുഷത്വം പ്രാപിച്ചു. കുട്ടിത്തത്തിന്റെ കെട്ട്, അതായത് യേശുവിൽ വളരുന്ന എനിക്കുള്ള വളർച്ചയുടെ ആ വചനം മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഇവിടെ എഴുതിയിരിക്കുന്നത് രക്ഷയ്ക്ക് ഉതകുന്നത് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. രക്ഷയ്ക്ക് അല്ലാത്ത ഒക്കെ അവരെ അവിശ്വസിച്ച് തള്ളിക്കളയുക. മായമില്ലാത്ത ദൈവവചനമാകുന്ന വാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ യേശുവിൽ ആരാണെന്നുള്ള തിരിച്ചറിവിൽ അങ്ങോട്ട് വളരുന്നത്. അതിന് വിപരീതമായിട്ടുള്ളത് ഒന്നും അങ്ങോട്ട് ഏറ്റെടുക്കാതെ ഇന്ന് ആ ഒരു പക്വതയിലേക്കാണ് സാധാരണക്കാരൻ നടന്നു കയറേണ്ടത്. ചപ്പും ചവറും ഏറ്റെടുത്ത് കേട്ട് വെറുതെ സമാഹരിച്ച് അകത്ത് വെക്കരുത്. സംഗ്രഹിച്ച് ചപ്പും ചവറും കൂടി അകത്ത് വെക്കരുത്. ആ വെക്കുന്ന നിമിത്തം നിങ്ങൾ തകർക്കപ്പെടുവാനിടയാകും. എന്നാൽ തിരിച്ചറിവിലേക്ക് വരണം. ഞാൻ അതും ഇതും കേൾക്കാനുള്ളവനല്ല. യേശുവിൽ എൻ്റെ ഐഡൻറ്റിറ്റിയെ വെളിപ്പെടുത്താത്തതൊന്നും ഞാൻ കേൾക്കാൻ തയ്യാറല്ല. യേശുവിൽ ആരാണ് ഞാൻ എന്ന് പറയാത്തൊരു മെസ്സേജ് കേൾക്കാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ കേൾക്കുന്ന ഒരു മെസ്സേജിൽ എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന യേശുവിനാണ് ഞാൻ അപവാദം വരുത്തുന്നത്, അത് കേൾക്കാൻ ഞാൻ തയ്യാറല്ല. യേശുവിൽ ആരാന്നുള്ള അറിവിലേക്ക് എന്നെ നടത്തുന്ന മെസ്സേജിന് അപ്പുറത്തൊന്ന് കേൾക്കാൻ, അത് കേൾക്കുന്തോറും എന്നിലെ ആ പുരുഷത്വം വളർന്നുകൊണ്ടിരിക്കുമ്പം എനിക്ക് ഈ രക്ഷയ്ക്ക് ഉതകുന്നത് മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. വേറൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത,
എബ്രായ സഭയോട് എബ്രായ ലേഖനകാരൻ പറയാം, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ രക്ഷയ്ക്ക് ഉതകുന്നതാണ്. പ്രിയമുള്ളവര്, അവരുടെ കാര്യം അങ്ങനെയാണ്. അവരെ 1, 2, 3 പ്രാവശ്യമൊക്കെ വന്ന് വചനം കേട്ടു. ഒരിക്കൽ അത് വീണപ്പം മുള്ളിനിടയിൽ വീണതുപോലെ കുറച്ചു നേരമൊക്കെ ഒന്ന് വളർന്നൊക്കെ ഒന്ന് കയറി. അത് കഴിഞ്ഞപ്പം ഞെരുങ്ങി. ഈ ലോകത്തിൻ്റെ ചിന്തകൾ വന്ന് ഞെരുക്കി കളഞ്ഞു. രക്ഷയിലേക്ക് അവർക്ക് വരാൻ കഴിഞ്ഞില്ല. രക്ഷയുടെ ഭദ്രതയിലേക്ക് അവർക്ക് വരാൻ കഴിഞ്ഞില്ല. രക്ഷയുടെ ഉറപ്പിലേക്ക് അവർക്ക് വരാൻ കഴിഞ്ഞില്ല. പ്രകാശം ലഭിച്ചു, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി കണ്ടറിഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം ആ വ്യക്തിയുടെ മേൽ ഉണ്ടായി. പക്ഷേ ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല. പക്ഷെ നിങ്ങളങ്ങനല്ല. നിങ്ങൾ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിയവരാണ്. പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളെക്കുറിച്ച് നിങ്ങളങ്ങനല്ല. എൻ്റെ പ്രിയമുള്ളവരെ, വിളിക്കുന്നത് പ്രിയമുള്ളവരെ, നിങ്ങളെക്കുറിച്ച് എൻ്റെ പ്രിയമുള്ളവനെ, നിങ്ങളെക്കുറിച്ച് ശുഭമായത്, എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളെക്കുറിച്ച് ശുഭമായത്, പ്രതീക്ഷയ്ക്കൊത്തത് മാത്രമാണ്, പ്രത്യാശയ്ക്കൊത്തത് മാത്രമാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. അത് വേറൊന്നുമല്ല, യേശു ക്രിസ്തുവിലുള്ള നിങ്ങൾ തികഞ്ഞവരാണ്. കരങ്ങളെ അടിച്ചുകൊണ്ട് വിശുദ്ധനായി തീർന്നു എന്ന് പറഞ്ഞാൽ, ഇനി നിങ്ങൾ ഈ ആടി ഉളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു കാറ്റ് വന്നാണ്ട് അങ്ങോട്ട് പോയി, വേറൊരു കാറ്റ് വന്ന് ഇങ്ങോട്ട് പോയി, വേറെ ഇങ്ങനെ ആടി ഉലയുന്നവരല്ല നിങ്ങൾ. നങ്കൂര് വിട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാവുന്നവർ പറയാം എന്നോട് എങ്ങനെയാന്ന്. നങ്കൂര് വിട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? കപ്പലിൽ നങ്കൂര് വിടുക എന്ന് പറഞ്ഞാൽ എന്നാ? ഓടിക്കൊണ്ടിരുന്ന കപ്പൽ ഓട്ടം നിർത്തി ഒരിടത്ത് ഉറപ്പിക്കുകയാണ് നങ്കൂരം വിടുന്നതിലൂടെ ചെയ്യുന്നത്. ഇത് തന്നെ ഇവിടെ പറയുന്നത്. വിശ്വാസത്യാഗികളായ എബ്രായ കൂട്ടമേ, അത് കേട്ടപ്പോഴും അങ്ങോട്ടും ഇത് കേട്ടപ്പോഴും ഇങ്ങോട്ടും മറിഞ്ഞു നിൽക്കുന്ന എബ്രായ കൂട്ടമേ, നിങ്ങൾ ഇതൊരു നങ്കൂരമാക്ക്. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ഉറക്കെ. കപ്പലിന്റെ ആശ്രയമായി നങ്കൂരം. നിങ്ങളങ്ങോട്ടൊന്ന് ഉറപ്പിക്കേ. നിങ്ങളൊന്ന് കണ്ണടച്ചൊന്ന് വിശ്വസിക്കേ. അതിലേക്കൊന്ന് ഇറങ്ങുക. നിങ്ങളെക്കുറിച്ച് ശുഭമായത് തന്നെ ആശിക്കുന്നു. യേശുവേ, ആദ്യ പ്രകാശനത്തിൽ തന്നെ അങ്ങ് ദൈവമെന്നും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഏക സത്യദൈവമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ വിശ്വസിച്ച് യേശുവാകുന്ന വിത്തിനെ എന്റെ ഉള്ളത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. ഇന്നു മുതൽ തുടർമാനമായുള്ള പ്രകാശനം, വരുവാനുള്ള ലോകത്തിന്റെ തുടർമാനമായുള്ള ശക്തിയുടെ അനുഭവത്തിനും, വരുവാനുള്ള പ്രകാശത്തിന്റെ തുടർമാനമായുള്ള ശക്തിയുടെ അനുഭവത്തിനും ഞാൻ എന്നെ വിധേയപ്പെടുത്തുന്നു. രക്ഷയുടെ വലിയ സന്തോഷത്താൽ എന്നെ നീതിയുടെ വലിയ ആനന്ദത്താൽ എന്നെ നിറച്ചതിന് നന്ദി യേശുവേ. എന്റെ രക്ഷിതാവായി, എന്റെ കർത്താവായി, വളർച്ചയ്ക്കായി യേശു എന്ന വിത്തിനെ എന്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു. ആമേൻ. കരങ്ങളെ അടിച്ചുകൊണ്ട് ഒന്നുകൂടെ യേശുവിനെ മാത്രം കൊടുക്കുക. നട്ടലിന്റെ വലത്തെ വശത്തെ ഈ ഇടുപ്പ് ചേരുന്ന ഈ സ്പോട്ടിൽ കർത്താവിൻ്റെ ഭയങ്കര മഹത്വം അടിക്കുന്നത് ഞാൻ കാണുന്നു. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ വേദനകൾ അഴിഞ്ഞു പോകുന്നു. കാൽവരി ക്രൂശിലെ കഷ്ടാനുഭവത്താൽ ഈ മകളുടെ ബലഹീനതകളെ അടിച്ചു മാറ്റിയ യേശുവേ, കരമുയർത്തി പിടിച്ചോ. നിന്റെ ശരീരത്തിലേക്ക് യേശുവിൻ്റെ സ്പർശനം വരുക. ദൈവം നിന്നെ തൊടുന്നു മകളെ. കർത്താവ് നിന്നെ തൊടുന്നു. യേശുവിൻ്റെ സ്പർശനം വരുന്നു. സ്വീകരിക്കുക. ഒഴിഞ്ഞു പോകുന്നു. ആ ബാധ ഒഴിഞ്ഞു പോകുന്ന ആ ശരീരത്തിൽ നിന്ന് ഗെറ്റ് ഔട്ട്. ഇവിടെ ഈ നിലത്ത് എഴുന്നേൽക്കുമ്പം ഇവൾക്ക് ഈ അസ്വസ്ഥത വേണ്ട. കാരണം ക്രൂശിൽ യേശു ഇത് വഹിച്ചതാ. ഇറങ്ങുക. ശരീരം വിട്ടുപോവുക. ഈ മകൾക്ക് കർത്താവ് അയച്ച സൗഖ്യത്തിനായിട്ട് കരമടിച്ച യേശുവിനെ മാത്രം. എത്ര നാളായി നട്ടലിന് പ്രയാസം? എന്തിനാ കരയുന്നത്? എന്തിനാ? 4 വർഷമായി. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 7 മാസമായി.
ഓപ്പറേഷൻ കഴിഞ്ഞതാ ഒന്ന്, എന്നിട്ടും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും കുനിയാൻ പാടില്ല. കുനിയാൻ പാടില്ലെന്ന് ഭയങ്കര വേദനയാ. യേശുവേ, നിങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് യേശു പറഞ്ഞു, ഞാൻ ആ മകളുടെ നട്ടലിനെ തൊടുകയാണ്. ആദ്യമായിട്ടാണ് വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ടാണ് മകൾ വരുന്നത്. പക്ഷെ അവളുടെ വിഷയത്തെ യേശു കണ്ടല്ലോ. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിനെ കാൽവരി ക്രൂശിലെ കഷ്ടാനുഭവത്താൽ ഈ പ്രിയ പിതാവിനെ വിടുവിച്ച യേശുവേ, ആ മഹത്വം ശരീരത്തിലേക്ക് അത് വ്യാപരിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ സൗഖ്യമാകുന്നുണ്ട്. ഈ പിതാവിനെ യേശു തൊടുന്നുണ്ട്. സ്പർശനം നടക്കുന്നുണ്ട്. ടച്ച് ഓഫ് ജീസസ്. ദൈവശക്തി അടിക്കുന്നുണ്ട്. എനിക്കത് പുറപ്പെടുന്ന കാണാൻ കഴിയുന്നുണ്ട്. യെസ്, ഇവിടെ ചൂട് തട്ടുന്നുണ്ട്. ഇവിടെ ചൂട് തട്ടുന്നുണ്ട്. അത് അപ്രത്യക്ഷമാവുകയാണ്. ഇല്ല, ഇനി അത് അവശേഷിക്കുകയില്ല. യേശുനാഥൻ അതിനെ എടുക്കുകയാണ്. അപ്രത്യക്ഷമാവുന്നു. ദൈവശക്തി ഇറങ്ങുന്നു. യേശുവിൻ്റെ മഹത്വം ഇറങ്ങുന്നു. മഹത്വകരമായ ജീവൻ ഇറങ്ങുന്നു. ശക്തി ഇറങ്ങട്ടെ. സംഭവിച്ചു കഴിഞ്ഞു. കരമടിച്ചെന്ന് യേശുവിനെ മാത്രം. ഉടുപ്പ് പൊക്കി നോക്കി, ബനിയനും ഉടുപ്പും എല്ലാം പൊക്കി നോക്കി. കരങ്ങളെ അടിച്ച യേശുവിനെ മഹത്വം നോക്കിക്കേ. നിങ്ങളൊന്ന് കണ്ടേ, ഒന്ന് തിരിഞ്ഞു നിന്ന് കാണിച്ചു കൊടുത്തേ. എണ്ണി തീർക്കാൻ പറ്റാത്ത പോലെ മുഴകൾ ശരീരത്തുണ്ടല്ലേ? വിളിച്ചോ, വിളിച്ചോ, വിളിച്ചോ. ബാധ ഒഴിയുകയാ. വിട, വിട, വിട. ഈ മകളെ ദണ്ഡിപ്പിച്ചതും ഉപദ്രവിച്ചതും അപമാനിച്ചതും രോഗിയാക്കി അഴിയുന്നു, അഴിയുന്നു, അഴിയുന്നു. ദാ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നു. ഇറങ്ങി മാറുക, ഇറങ്ങി മാറുക. വിട്ടൊഴിയുക, 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 വിട്ടൊഴിയുക. പരിപൂർണ സൗഖ്യം ഈ മകൾ അനുഭവിക്കട്ടെ. കർത്താവ് നിന്നെ തൊടുന്നു. യേശു നിന്നെ തൊടുന്നു. ജീവൻ നിന്റെ മേൽ അടിക്കുന്നു. ശക്തി നിനക്ക് അനുകൂലമായി വ്യാപരിക്കുന്നു. ടച്ച്. ഇറങ്ങിക്കോ. സകല പേരുകളും പറയുന്നു. ദാ അവസാന പേരും പറയുന്നു, ഗെറ്റ് ഔട്ട്. വിട്ടുപോവുക. ശരീരം മുഴുവൻ സൗഖ്യമാവട്ടെ. തല മുതൽ 67 മുഴകൾ, വലിയ മുഴകൾ നിന്റെ ശരീരത്തിൽ നിന്ന് ഇപ്പം അപ്രത്യക്ഷമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. പോയി തപ്പിക്കൂ. യേശു നിന്നെ തൊട്ടിരിക്കുക.